കോഴിക്കോട് ശാന്തിഗിരി ആശ്രമ സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ശാന്തിഗിരി ശാന്തി മഹിമ നടപ്പിലാക്കുന്ന ഹെൽത്തി മൈൻഡ് എംപവേർഡ് യൂത്ത് കേരള എന്ന ലഹരി വിരുദ്ധ പദ്ധതിക്ക് തുടക്കം. 3 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ വിപുലമായ യുവജന ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം കോഴിക്കോട് എംപി MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ആനിഹാൾ റോഡിൽ നിന്നും ആരംഭിച്ച റാലി കോഴിക്കോട് റേഞ്ച് ഓഫീസ് എക്സൈസ് ഇൻസ്പെക്ടർ സുർജിത് KS ഫ്ളാഗ് ഓഫ് ചെയ്തു. നൂറുകണക്കിന് യുവാക്കൾ പങ്കെടുത്ത റാലി നഗരം ചുറ്റി SK പൊറ്റക്കാട് സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ യുവാക്കളെ സംഘടിപ്പിച്ച് ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ മുന്നോട്ട് വന്നുവെങ്കിൽ എനിക്കൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഇവരുടെ മനസ്സും ഇവരുടെ ചിന്തയും വളർന്നു വരുന്ന തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഭരണാധികാരികൾ നിർബന്ധമായും ആ ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. കേരള മദ്യനിരോധന സമിതി മഹിളാവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി OJ ചിന്നമ്മ അധ്യക്ഷത വഹിച്ചു. ശാന്തിഗിരി ആശ്രമം കോഴിക്കോട് ഏരിയ ഇൻചാർജ് സ്വാമി ആത്മബോധജ്ഞാന തപസ്വി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ശാന്തി മഹിമ ഇൻചാർജ് സ്വാമി ആത്മധർമ്മൻ ജ്ഞാന തപസ്വി, കേരള മദ്യനിരോധന സമിതി സംസ്ഥാന കോർഡിനേറ്റർ പ്രൊഫസർ TM രവീന്ദ്രൻ, 24 ന്യൂസ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം തുടങ്ങിയ നിരവധി പേർ ആശംസകൾ അർപ്പിച്ചു. രാജ്യത്തിന്റെ കരുത്തായ യുവതലമുറയെ ലഹരിയുടെ വിപത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ സ്കൂൾ കോളേജ് തലങ്ങളിൽ ബോധവൽക്കരണ സെമിനാറുകളടക്കം നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഒക്കെ തന്നെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന യുവാക്കളാണ്. യുവാക്കൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന ഈ അവസ്ഥയിൽ ഗുരുവിൻ്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രചരണ പരിപാടിയാണ്. അപ്പോൾ അതിൽ ഈ നമ്മുടെ ആശ്രമത്തിൻ്റെ യുവാക്കളെ കൊണ്ട് തന്നെ ആ ഒരു പ്രതിജ്ഞ എടുപ്പിച്ച് ഈ ലോകത്ത് അല്ലെങ്കിൽ എത്രയോ അച്ഛനമ്മമാരുടെ കണ്ണുനീർ വീണിട്ടുണ്ട്. ഈ ഒരു ലഹരി എന്ന ആ വിപത്തിൽ നിന്നും ആ സ്വന്തം മക്കളെ രക്ഷിക്കാനാവാതെ വേദനിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളിന്ന് കണ്ടുവരുന്നത്. അതിനൊരു മാറ്റം വരുത്തുന്നതായിട്ട് ഗുരുവിൻ്റെ ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ ഈ ഒരു യാത്ര നടത്തി. പദ്ധതിയുടെ അടുത്ത ഘട്ടമെന്ന നിലയിൽ ഏപ്രിൽ 24 മുതൽ 26 വരെ ശാന്തിഗിരി ആശ്രമം സുൽത്താൻ ബത്തേരി ശാഖയിൽ വെച്ച് 3 ദിവസത്തെ നേതൃത്വ പരിശീലന ക്യാമ്പ് നടക്കും. ഏപ്രിൽ 24 രാവിലെ 10 മണിക്ക് മന്ത്രി OR കേളു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി ലഹരിവിരുദ്ധ സന്ദേശം നൽകും. ഏപ്രിൽ 25 സുൽത്താൻ ബത്തേരി ചുങ്കത്ത് നിന്നും ആരംഭിക്കുന്ന റാലിയിൽ കൽപ്പറ്റ MLA അഡ്വക്കേറ്റ് T സിദ്ദിഖ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. നഗരസഭാ ചെയർപേഴ്സൺ റസീൻ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിക്കുന്ന റാലി വയനാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സജിത് ചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ക്യാമ്പിന് ശാന്തിഗിരി ഗുരുധർമ്മ പ്രകാശ സഭയിലെ സന്യാസിമാരായ സ്വാമി സ്നേഹാത്മ ജ്ഞാന തപസ്വി, സ്വാമി ഗുരുസവിത്ത് ജ്ഞാന തപസ്വി, ഡോക്ടർ ഗുരുനന്ദ് ജ്ഞാന തപസ്വി തുടങ്ങിയവർ നേതൃത്വം നൽകും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.